ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്രോഗ്രാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്കിവിടെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യമേ തന്നെ ഏരിയ വെച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഹെഡർ ഫയൽസ് ഒക്കെ എഴുതാം. #include IOStream യൂസിങ് നെയിം സ്പേസ് std into main. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് റിട്ടേൺ 0 എന്ന് എഴുതാം. ഇനി നമ്മൾ റിട്ടേൺ 0യുടെ മുകളിലാണ് ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി ലൈൻസ് ഒക്കെ എഴുതുന്നത്. സോ ഇതൊരു ഏരിയയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഏരിയയുടെ ഫോർമുല അല്ലേ, എന്തുമായിരുന്നു? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ലെങ്തും ബ്രെത്തും തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിച്ചു വാങ്ങണം. സോ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ പാർട്ട് ചെയ്ത സി ഔട്ട് നമ്മൾ ഈ പാർട്ടിലും ചെയ്യാൻ പോവുക. അപ്പോൾ സി ഔട്ട് വെച്ചിട്ട് നമ്മൾ ചോദിക്കുവാണ് എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് ചോദിക്കാൻ നേരത്ത് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആൾ അയാൾ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യും. ലെങ്തും ബ്രെത്തും നമുക്ക് ടൈപ്പ് ചെയ്ത് തരും. അങ്ങനെ ടൈപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സി ഔട്ട് എന്ന് എഴുതിയിട്ട് 2 ലെസ് ദാൻ സിമ്പിൾ ഇടാം. അതിനുശേഷം സ്ട്രിങ്ങിനകത്ത് നമുക്ക് എന്തെഴുതാം? എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് കോഡ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് സെമി കോളൻ ഇടണം. ഇപ്പം നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയൊരു ഔട്ട്പുട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് ചെയ്താൽ പോരാ, നമുക്ക് ഇൻപുട്ടും ചെയ്യണം. എന്ന് വെച്ചാൽ യൂസർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ലെങ്തിൻ്റെ വാല്യൂ യൂസർ ടൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇൻപുട്ട് ആകണം. ഇൻപുട്ട് ആകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സി ഇൻ എന്ന് പറയുന്നത്. സോ സി ഇൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? യൂസർ എന്തെങ്കിലും ഒരു വാല്യൂ ടൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 23 ഫോർ എക്സാമ്പിൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ 23 എന്ന് പറഞ്ഞ നമ്പർ ആ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ആവും. സോ നമുക്കിവിടെ സീൻ കൊടുക്കാം. സീൻ കൊടുത്തിട്ട് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടാം. അതിനുശേഷം നമുക്ക് ലെങ്ത് എന്ന് ടൈപ്പ് ചെയ്യാം. സോ ലെങ്ത്, പിന്നെ നമുക്ക് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടാം. പിന്നെ നമുക്ക് അടുത്ത വാല്യൂ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ 2 കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. യൂസർ ടൈപ്പ് ചെയ്യുന്നത് ഈ 2 കാര്യങ്ങളായിരിക്കും അല്ലേ. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാ, എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. സോ ലെങ്തും ബ്രെത്തും മാത്രമേ ടൈപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് സീനകത്ത് ലെങ്ത് എന്നും കൊടുക്കാം, ബ്രെത്ത് എന്നും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സെമി കോളൻ ഇട്ട് ഈ ലൈൻ തീർക്കാം. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു എറർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീനിനകത്ത് ലെങ്ത് എഴുതിയിട്ടുണ്ട്, ബ്രെത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ ലെങ്തിനകത്തും ബ്രെത്തിനകത്തും എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ഈ ടൈപ്പ് ഓഫ് ഡേറ്റ, ഈ ലെങ്തിനകത്തും ബ്രെത്തിനകത്തും വരുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരിക്കും? നമ്പർ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കുമോ? ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ ആയിരിക്കുമോ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കുമോ? ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഈ ലെങ്തിനകത്തും ബ്രെത്തിനകത്തും സ്റ്റോർ ആകുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ ഇനിഷ്യലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സി ഔട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇനിഷ്യലൈസ് ചെയ്യാൻ പോവുക. അപ്പം ഏരിയ സാധാരണ നമുക്ക് ഡെസിമലൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. ഏരിയയുടെ അകത്ത് ചിലപ്പോൾ ഡെസിമൽ വരാതിരിക്കാം. സോ ഞാൻ അവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടാണ്. ഫ്ലോട്ടിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് ഫ്ലോട്ട് കൊടുക്കാം, ഡെസിമൽ ഇല്ലാത്തൊരു നമ്പർ ആണെങ്കിൽ ഇൻറ്റു കൊടുക്കാം. ഇത് രണ്ടുമാണ് ഇൻറ്റിൻ്റെയും ഫ്ലോട്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻറ്റിനകത്ത് ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആയിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 എന്ന് പറഞ്ഞ നമ്പറെ ഇൻറ്റിനകത്ത് വരത്തുള്ളൂ, പക്ഷെ ഫ്ലോട്ട് ആണെങ്കിൽ അത് 5 പോയിന്റ് സംതിങ് നമ്പേഴ്സ് വരും. ഓക്കെ, അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. സോ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഫ്ലോട്ടാണ്. ഫ്ലോട്ട് എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ എന്തൊക്കെ ഐഡൻറ്റിഫയേഴ്സ് ആണോ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ മെൻഷൻ ചെയ്തത്, ആ ഐഡൻറ്റിഫയേഴ്സിൻ്റെ ഒക്കെ പേര് കൊടുക്കാൻ പോവാം. അപ്പം ഞാൻ ഫ്ലോട്ട് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലെങ്ത് എന്ന് ടൈപ്പ് ചെയ്യുവാണേ, ലെങ്ത്. അത് കഴിഞ്ഞാൽ അടുത്ത എന്തുവാ? നമുക്ക് ബ്രെത്ത് വേണം. സോ കോമ ബ്രെത്ത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത്? ഏരിയയും കൂടെ വേണം അല്ലേ. നമുക്ക് ഫൈനൽ ആൻസർ ഏരിയ കിട്ടേണ്ടത്. സോ ഏരിയ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുവാണ് ഏരിയ, എന്നിട്ട് സെമി കോളൻ ഇടുക. സോ ഇപ്പം ഇവിടെ എറർ മാറി കണ്ടോ. അപ്പോൾ കാര്യം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഫ്ലോട്ട് ആയിരിക്കും, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കും ഈ ലെങ്തിനകത്തും ബ്രെത്തിനകത്തും വരുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന സ്റ്റെപ്പ് എന്തുവാ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുവാണ് ഏത് ഡേറ്റ ടൈപ്പ് ആണെന്ന്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാനിവിടെ ചോദിക്കുവാണ്, ആസ്ക് ചെയ്യുവാണ് എനിക്ക് ലെങ്തും ബ്രെത്തും തരാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ സീൻ ഇൻപുട്ട് ചെയ്യാനുള്ള ലൈനും ആഡ് ചെയ്യുവാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. നമ്മുടെ ഏരിയയുടെ ബേസിക് ഫോർമുല അല്ലേ, എന്തുവാ?
ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. സോ ഐഡന്റിഫയർ എന്ത് കൊടുത്തേക്കുന്നത്? ഏരിയ എന്നല്ലേ. ആ സെയിം ലെറ്റേഴ്സ് തന്നെ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. സോ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെമിക്കോളൻ ഇട്ട് നിർത്തണം. സോ ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ലെങ്തും ബ്രെത്തും മൾട്ടിപ്ലൈഡ് ആകും. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിനകത്തോട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തുവാ? സി ഔട്ട് അല്ലേ. അപ്പോൾ സി ഔട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ടു. നമ്മുടെ സ്ട്രിങ്ങിനകത്തോട്ട് നമ്മൾ ഏരിയ എന്ന് പറഞ്ഞു കൊടുക്കാം. ഏരിയ. എന്നിട്ട് നമ്മൾ സ്ട്രിങ്ങിന്റെ പുറത്ത് വന്നിട്ട് ഞാൻ പിന്നെയും 2 ലെസ് ദാൻ സിമ്പിൾ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതുവാണ് ഏരിയ. ഓക്കെ, ഇവിടെ 2 പ്രാവശ്യം ഏരിയ എഴുതുന്നതിന്റെ കാര്യം എന്തുവാ? ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് കിട്ടാനാണ് നമ്മൾ ഏരിയ എന്ന് സ്ട്രിങ്ങിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഏരിയയുടെ അകത്ത് വന്ന ഔട്ട്പുട്ട് ഇല്ലേ, ഇതിനകത്ത് ഈ ഏരിയയുടെ ഫോർമുലയിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഔട്ട്പുട്ട് നമുക്ക് ആൻസറിൽ കിട്ടാനായിട്ടാണ് നമ്മൾ ഏരിയ എന്ന് സ്ട്രിങ് ഇല്ലാതെ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് എന്നിട്ട് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് എടുത്ത് നോക്കാം. നോക്കിയേ, എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ നമുക്കിവിടെ ലെങ്തും ബ്രെത്തും അടിച്ചു കൊടുക്കാം. ലെങ്ത് ഞാനൊരു 12ഉം ബ്രെത്ത് ഞാനൊരു 2ഉം കൊടുക്കാമെന്ന് വെച്ചു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പോൾ നോക്കിയേ, നമുക്ക് ആൻസർ കിട്ടി. ഏരിയ ഈക്വൽ ടു 24. കണ്ടോ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏരിയ കിട്ടി അല്ലേ. നമുക്ക് വലിയ നമ്പേഴ്സ് ഒക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് മാറ്റി എഴുതാവുന്നതെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഐഡന്റിഫയറിന് എനിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഐഡന്റിഫയറിന് ലെങ്ത് ബ്രെത്ത് ഏരിയ എന്ന് പറഞ്ഞല്ലേ കൊടുത്തേക്കുന്നത്. സോ ഇതിന് പകരം എനിക്ക് എൽ ബി എ എന്ന് കൊടുക്കാം. സോ അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ലെങ്തിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ എൽ കൊടുക്കുന്നു, ബർത്തിനെ ബിയും അങ്ങനെ ഞാൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം സീനകത്ത് മാറ്റുവാണ് എൽ ബി. പിന്നെ ഞാൻ ഔട്ട്പുട്ടിലും അതുപോലെ തന്നെ ഞാനിവിടെ ഇതിലും മാറ്റുവാണ്. സോ മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാൻ നേരത്തെ കണ്ടോ, എനിക്ക് ഔട്ട്പുട്ട് ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ആൻസർ കിട്ടുന്നുണ്ട്. സോ ഐഡന്റിഫയേഴ്സ് നമുക്ക് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം, നമ്മുടെ പേര് വരെ ഇട്ട് കൊടുക്കാം, നമുക്ക് ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടും. പക്ഷെ ഐഡന്റിഫയേഴ്സ് ഇടുന്ന സമയത്ത് നമ്മൾ അവിടെ ഇടുന്ന ഐഡന്റിഫയേഴ്സ് തന്നെ നമ്മൾ താഴത്തോട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കിപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. നമുക്ക് ഈ ക്വസ്റ്റിന് തന്നെ പെരിമീറ്ററും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സോ പെരിമീറ്റർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഐഡന്റിഫയറിന്റെ കൂടെ പെരിമീറ്റർ എന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഷോർട്ട് ആയിട്ട് ഇപ്പോൾ പി എന്നിടാം. സോ പെരിമീറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പി എന്നിട്ടേക്കുവാണ്. അപ്പം ഞാനിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇക്വേഷൻ്റെ ഏരിയയുടെ ഇക്വേഷൻ്റെ അടിയിലായിട്ട് ഞാൻ പെരിമീറ്ററിന്റെ ഇക്വേഷനും കൂടി ഇടുക. സോ പെരിമീറ്റർ ഈക്വൽ ടു 2 × L + B അല്ലേ. സോ 2 ഇട്ടിട്ട് ബ്രാക്കറ്റിലാണ് നമ്മൾ L + B ഇടേണ്ടത്. സോ ബ്രാക്കറ്റിൽ L + B എന്നിടുക. ഓക്കെ, സോ ഞാനിവിടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടണം അല്ലേ. ഇതിപ്പോൾ ഫോർമുല വെച്ച് ആ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ഔട്ട്പുട്ട് എടുക്കണം. അപ്പോൾ ഔട്ട്പുട്ടിനകത്ത് ഞാൻ ഔട്ട്പുട്ട് സെയിം ഏരിയയുടെ അതേ തന്നെ സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്. സോ സി ഔട്ട് സിമ്പിൾ, അത് കഴിഞ്ഞിട്ട് സ്ട്രിങ്ങിൽ ഞാൻ പെരിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു, പെരിമീറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ലെസ് ദാൻ സിമ്പിൾ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പി എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. ഐഡന്റിഫയറിൽ എന്തുവാണോ കൊടുത്തേക്കുന്നത് ആ സാധനം തന്നെ. ഓക്കെ, സോ പി എന്ന് ഡിനോട്ട് ചെയ്തു. എന്നിട്ട് നോക്കിയേ, ഞാൻ ഔട്ട്പുട്ട് എടുക്കാൻ നേരത്ത് കണ്ടോ, എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ചോദിക്കുവാണ്. ലെങ്ത് ഞാനൊരു 4 കൊടുക്കുവാണ്, ബ്രെത്ത് ഞാനൊരു 6 കൊടുക്കുവാണ്. എന്നിട്ട് എൻ്റർ അടിച്ചു കൊടുക്കാൻ നേരത്ത് കണ്ടോ, നമുക്ക് ഏരിയയും കിട്ടി, പെരിമീറ്ററും കിട്ടി. ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, നോക്കിയേ, ഇത് കണ്ടോ, ഇത് രണ്ടും കൂടെ അടുപ്പിച്ചാണ് കിടക്കുന്നത്. നമുക്ക് അടുത്ത ലൈനിലോട്ടല്ലേ പോകണ്ടേ. ഇത് രണ്ടും കൂടെ ഒരേ ലൈനിൽ തന്നെ എല്ലാ ആൻസറും കൂടെ ഇങ്ങനെ തിങ്ങി 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 കിടക്കുമല്ലേ. അപ്പം നമ്മൾ ഇത് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു സാധനം കൂടെ ആഡ് ചെയ്യും. സോ ഇവിടെ ഞാൻ ഏരിയയുടെ അവിടെ അതിൻ്റെ അടുത്തായിട്ട് എൻഡ് 1 എന്ന് കൂടി ഇടുവാണ്. ഓക്കെ, ഏരിയ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലെസ് ദാൻ സിമ്പിൾ ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എൻഡ് എന്നിട്ടിട്ട് 1 കൊടുക്കുവാണ്. സോ എൻഡ് 1 പിന്നെ സെമിക്കോളൻ. സോ ഇങ്ങനെ ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ പ്ലേ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അടുത്ത ലൈനിലേക്ക് ആൻസർ കിട്ടി. സോ എൻഡ് 1 എന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാനായിട്ടാണ് എൻഡ് 1 നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.